മുൻ പ്രസംഗത്തിൽ മുഴുവനും സൂചിപ്പിച്ച മാധ്യമങ്ങൾ നമ്മെ ഏത് രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുതകൾ നിങ്ങളുടെയൊക്കെ തന്നെ മനസ്സിൽ ഉറച്ചു നിൽക്കെ അവസാനിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഇതിനൊരു മാറ്റം വരേണ്ടതില്ലേ എന്ന ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് പിരിഞ്ഞു പോവാനാണ് ആഗ്രഹിക്കുന്നത്. മാധ്യമങ്ങൾ ഇന്ന് ചിത്രങ്ങളിലൂടെയും എഴുത്തിലൂടെയും ദൃശ്യാവിഷ്കാരങ്ങളിലൂടെയും എങ്ങനെയാണ് സ്ത്രീയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ഭവിഷ്യത്ത് എങ്ങനെയാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാൻ എന്ത് വഴിയാണ് നമുക്ക് തേടിപ്പിടിക്കാനുള്ളത് തുടങ്ങി ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇതിന്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇതിനൊരു വഴിത്തിരിവായിക്കൊണ്ട് സമൂഹത്തിന്റെ അർത്ഥാംശമായ ഇതിന്റെയൊക്കെ തന്നെ നാം ഇതുവരെ കേട്ടുകഴിഞ്ഞ ഭവിഷ്യത്ത് മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വരും തലമുറയെ നമ്മുടെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിന് ജാതി മതഭേദമന്യേ ഉപകാരമുള്ള ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കണം, അതിന് സാധ്യമാവാത്ത ഒരവസ്ഥ, ഒരു സാഹചര്യം നമ്മുടെ ചുറ്റിലും നിലനിൽക്കെ അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ മാധ്യമങ്ങൾ സഹായകമായിക്കൊണ്ടിരിക്കെ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനാണ് അവസാനമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. മാധ്യമങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിന് പരിഹാരം കാണാൻ സാധിക്കൂ. കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന, സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, സ്ത്രീകളുടെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിനാണ് പ്രാധാന്യം എന്ന് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ എന്താണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാതൃഹൃദയമുള്ള എനിക്കും നിങ്ങൾക്കും വരച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്നതാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ കിടന്ന് തിളക്കേണ്ട വസ്തുത. ഒട്ടേറെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ അവസ്ഥയിൽ നമുക്കറിയാം, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ സ്ത്രീകളെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. അവർക്ക് പ്രേക്ഷകരെ ലഭിക്കുവാനും അവർക്ക് അത് ആസ്വദിക്കാൻ ആളുകളെ കിട്ടുവാനും എല്ലാ തരത്തിലുള്ള മേക്കപ്പുകളും ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും തേച്ചു മിനുക്കിക്കൊണ്ട് നമ്മുടെ സഹോദരിമാരെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സ്ക്രീനുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് അതിനായിരുന്നു പ്രാമുഖ്യം കൊടുത്തതെങ്കിൽ ഇന്ന് തികച്ചും നമ്മൾ സന്തോഷിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി വാർത്തകൾ വായിക്കുമ്പോഴും ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോഴും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വളരെ കാര്യപ്രസക്തമായ രൂപത്തിൽ നമ്മുടെ സഹോദരിമാർ പ്രധാനമന്ത്രിയോടക്കം ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിന് അവലോകനം നടത്തിക്കൊണ്ട് അതിന്റെ പര്യവസാനത്തിലേക്ക് കടക്കുന്നു എന്നത് കാണുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്നില്ലേ സഹോദരിമാര്? നാം ഏവരും ഇന്ന് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒട്ടേറെ നമ്മൾ കേട്ടുകഴിഞ്ഞ വസ്തുതകൾ വെച്ചുകൊണ്ട് ഏതർത്ഥത്തിലും ഒളിമ്പിക് ഗെയിംസ് കഴിഞ്ഞാലും ഏതൊരു കായികമേള നടന്നാലും എന്നെയും നിങ്ങളെയും എനിക്കും നിങ്ങൾക്കുമുള്ള കഴിവുകൾ പത്രത്താളുകളിലാവട്ടെ വിഷ്വൽ മീഡിയകളാവട്ടെ കാണിക്കുന്നത് അതങ്ങോട്ട് മറിഞ്ഞ് ഏതോ ഒരു രംഗത്തിങ്ങോട്ട് വരുന്ന ആ ഒരു പോസ് വെച്ചിട്ട് നമ്മുടെ ശരീരാവയവങ്ങൾ വൃത്തികെട്ട അവസ്ഥയിൽ കാണുന്ന ഒരു സീന് ഫോട്ടോ എടുത്ത് പത്രത്താളുകളിലൂടെ കടന്നു വരുന്നു.
വീക്കിലികളിലൂടെയും മാസികകളിലൂടെയും കടന്നു വരുന്നു. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ അതെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീദേവി മേഡം നമ്മോട് സൂചിപ്പിച്ചതുപോലെ വൃത്തികെട്ട സീനുകൾ, ഇക്കിളിപ്പെടുത്തുന്ന വൃത്തികെട്ട കോലങ്ങൾ നമ്മെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും മോശമായി പോയി എന്ന് പറഞ്ഞു നിന്നാൽ മതിയോ? ശബ്ദമുയർത്തേണ്ടതുണ്ട്. നമ്മൾ മാധ്യമങ്ങളോട് തിരുത്തിക്കുറിക്കാൻ ആവശ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഇതാണ് ഈ മഹത്തായ പ്രസ്ഥാനം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നന്മ വിളയണം, മതജാതി വ്യത്യാസമന്യേ എല്ലാ മനുഷ്യർക്കും നന്മയുടെ എല്ലാ വാതായനങ്ങളും തുറന്നു കൊടുക്കണം, തിന്മയുടെ വഴികൾ കൊട്ടിയടക്കണം എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഈ സെമിനാറിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകരോടും നമ്മുടെ മാധ്യമങ്ങളോടും ഉണർത്താനുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നന്മ നിറഞ്ഞ മാർഗങ്ങൾ, നന്മ ഏതൊക്കെ തരത്തിൽ മനുഷ്യ സമൂഹത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ, കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ, അതിനുവേണ്ടി വിലയേറിയ നമ്മുടെ ഈ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താൻ, മാധ്യമങ്ങളെ, എല്ലാ തരത്തിലുമുള്ള മാധ്യമങ്ങളെയും ഈ മഹത്തായ പ്രസ്ഥാനം അവരോട് വിനയത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഏതർത്ഥത്തിലും ആർക്കാണ് ഒരു മീഡിയയുള്ളത്, അവരവരുടെ മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം, അത് സാക്ഷാത്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്. നാം മനസ്സിലാക്കുന്നു, സ്ത്രീകളായ ഞാനും നിങ്ങളും ഒരിക്കലും തന്നെ ഒരൊറ്റ സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല, ഒരൊറ്റ സ്ത്രീക്കും സന്തോഷം നൽകുന്ന വസ്തുതയല്ല നമ്മുടെ ശരീരം ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. നാം ആരും തന്നെ അതിനെ അംഗീകരിക്കുന്നവരല്ല. മാധ്യമങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട്, ഡെസ്കുകളിൽ കയറിയിരുന്നു കൊണ്ട്, അതിന്റെ എഡിറ്റിംഗ് പൊസിഷനിൽ കയറി വന്നുകൊണ്ട് ഞങ്ങളെ അവഹേളിക്കുന്ന, സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്ന, ഈ മാതൃത്വത്തിന്റെ ഹൃദയമുള്ള ഞങ്ങളെ അവഹേളിക്കുന്ന വാക്കുകൾ, ഞങ്ങളെ അവഹേളിക്കുന്ന പിക്ചറുകൾ നമ്മുടെ മാധ്യമത്തിൽ വരാൻ പാടില്ല എന്ന് ശക്തമായി പറയാനും അതിനുവേണ്ടി മുൻകൈയെടുക്കുവാനും മാധ്യമ രംഗത്തേക്ക് നാം കടന്നു വരേണ്ടതുണ്ട് എന്നാണ് നമുക്കുണർത്താനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ആ രൂപത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം ഇവോൺ റെഡ്ലിയെ മാതൃകയായി സ്വീകരിക്കേണ്ടതുണ്ട്. ഓർത്തു നോക്കൂ, ആ മാന്യ സഹോദരി കഴിഞ്ഞ വർഷം നമ്മുടെ കേരളക്കരയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഫലസ്തീനിൽ ഏതർത്ഥത്തിലും ബ്രിട്ടനിൽ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങൾക്ക് വേണ്ടി പത്രത്താളുകളിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്ന് പറഞ്ഞതൊന്ന് ഓർത്തു നോക്കൂ. എനിക്ക് ദൈവം തമ്പുരാൻ നൽകിയ കഴിവ് മനുഷ്യ നന്മയ്ക്കു വേണ്ടി ഈ പത്രത്താളുകളിലൂടെ പ്രതിഫലിപ്പിക്കാൻ, എന്താണ് സത്യം എന്നത് തുറന്നു പറയാൻ എനിക്ക് ദൈവം തമ്പുരാൻ നൽകിയ ഈ കഴിവ് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത്തരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുത്ത് പഠിക്കുന്ന നമ്മുടെ മക്കളെ ജേർണലിസ്റ്റുകളാക്കി വളർത്തിയെടുത്തുകൊണ്ട് അവരെ മീഡിയകളിലേക്ക് വളരെ ആർജവത്തോടെ, വളരെ കാര്യപ്രാപ്തമായ രൂപത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും കൈകാര്യം ചെയ്യുവാനും നന്മയിൽ അധിഷ്ഠിതമായ വസ്തുതകൾ മീഡിയകളിലൂടെ മനുഷ്യ മനസ്സിൽ നിറക്കുവാനും നാമും നമ്മുടെ മക്കളും വളർന്നു വരണം. എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധ്യമാവൂ എന്നതാണ് നമ്മോട് നമ്മുടെ സമൂഹം, നമ്മുടെ കാലഘട്ടം, നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പരസ്യങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി മാത്രം എന്തും പണം ലഭിക്കും, ലക്ഷങ്ങൾ പരസ്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുമെന്ന് കാണുമ്പോൾ ഏത് വാർത്തകൾക്കിടയിലും, ഏത് കാര്യപ്രസക്തമായ പരിപാടികൾക്കിടയിലും വൃത്തികെട്ട പരസ്യങ്ങൾ കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നുവെങ്കിൽ അതിനാവില്ല, അത് പാടില്ല. അതിനല്ല മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നാട്ടിൽ നന്മ വിളയാൻ, നാട്ടുകാർക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിൽ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ സ്ത്രീ സമൂഹം നാം രംഗത്ത് വരേണ്ടതുണ്ട്. നമ്മുടെ പരസ്യ പലകകളിലും സ്ക്രീനുകളിലും നമ്മുടെ ശരീരം ചിത്രീകരിക്കുന്നതിന് തടയിടാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. നേരത്തെ എന്റെ പ്രിയ സഹോദരി സൂചിപ്പിച്ചതുപോലെ നാം ഓർക്കണം, നമ്മുടെ പലതരത്തിലുള്ള സൗന്ദര്യ മത്സരങ്ങളിൽ
മാധ്യമങ്ങളിലൂടെ നമ്മുടെ മിസ് കേരളയും മിസ് ഇന്ത്യയും അതുപോലെ തന്നെ മിസ് വേൾഡും തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യമെന്ത് എന്ന് തിരിച്ചറിയാനുള്ള മനസ്സാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. ഇതും അങ്ങനെയും ആ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ചെലവഴിക്കാനുള്ള ഒരു തന്ത്രമായി അവരതിനെ സ്വീകരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി വളർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് പറയാൻ സാധിക്കണം. എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കണം. ഞങ്ങളുടെ പേഴ്സണാലിറ്റി വളർത്താൻ ഇത്തരത്തിൽ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് കണ്ടമാനം മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന എന്റെ ശരീരം ഇങ്ങനെ നടക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ നടന്നു കാണിക്കാൻ, എന്റെ മാറും എന്റെ ഇടുപ്പും എത്രയുണ്ട് വീതി എത്രയുണ്ട് നീളം എന്നളക്കാൻ അങ്ങനെയല്ല എന്റെ പേഴ്സണാലിറ്റി അളക്കേണ്ടത്. ഞങ്ങളുടെ സ്ത്രീകളുടെ പേഴ്സണാലിറ്റി അതല്ല. നല്ല ഒരു സമൂഹത്തെ, നല്ലൊരു മനുഷ്യ സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള കഴിവ്, ആർജവം, കരുത്ത്, അറിവ് ഞങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ അരങ്ങേറുന്ന സമയത്ത്. ചങ്കൂറ്റമുള്ള, മാതൃഹൃദയമുള്ള നല്ലൊരു സമൂഹത്തെ പ്രതീക്ഷിക്കുന്ന എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത് സഹോദരിമാര്. നാം ഓർത്തു നോക്കൂ, ഇന്ന് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രവർത്തകരും പല അർത്ഥത്തിലും ഓരോ വിഷയങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടത്തോടെ നാം നോക്കിക്കാണുകയാണ്. ഈ അടുത്ത് ഒരു സഹോദരൻ, ഡോക്ടറായ ഒരു സഹോദരൻ സങ്കടത്തോടെ പറയുകയാണ്, വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഭക്ഷണത്തിൽ വിഷം കുടുങ്ങിയിട്ട് ഒരു പറ്റം ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് അവരെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുക എന്ന് എനിക്കറിയാവുന്ന വിദ്യ മുഴുവനും പ്രയോഗിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് മരുന്ന് മാറ്റിക്കൊടുക്കണം, ഏത് ഇഞ്ചക്ഷൻ മാറ്റിക്കൊടുക്കണം എന്ന ആലോചനയിലൂടെ അകത്തേക്കും പുറത്തേക്കുമായി ഞാൻ ഇങ്ങനെ കയറിയിറങ്ങുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഞാൻ പുറത്തേക്ക് കടക്കുമ്പോഴും എന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ വന്ന് ചോദിക്കുകയാണ്, എത്ര പേര് മരിച്ചു, എത്ര പേർ മരിച്ചു? ഓർത്തു നോക്കൂ നമ്മുടെ മനുഷ്യ മനസ്സ്. സ്നേഹം അറ്റുപോയ, ദയ നഷ്ടപ്പെട്ടു പോയ, കനിവ് എന്ന് പറയുന്ന വാക്ക് തീർത്തും മാഞ്ഞുപോയ, പണത്തിനു വേണ്ടി എല്ലാ പത്രക്കാരും എല്ലാ മീഡിയകളും കൊടുക്കുന്നതിനപ്പുറം ഇത്ര പേർ കൃത്യമായി മരിച്ചു എന്ന് കൊടുക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തകൻ, മീഡിയകളിലെ പ്രവർത്തകർ, അവരാണോ നമുക്കാവശ്യം? ആ മാന്യ സഹോദരൻ ഡോക്ടർ സങ്കടത്തോടു കൂടി ആ സഹോദരനോട് പറഞ്ഞു, പല പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ, സഹോദര, എത്ര പേർ മരിക്കും, എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടും എന്നതല്ല ഞാൻ നോക്കുന്നത്, എങ്ങനെ ഒരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നതാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സഹോദരൻ ഇളിഭ്യനായി അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്ന വസ്തുത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ കിടന്ന് കളക്കേണ്ടതുണ്ട്. പണത്തിനാണ് വില, അതിനുവേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥ, നാം അത് തിരുത്തി കുടിക്കേണ്ടതുണ്ട് സഹോദരിമാരെ. മീഡിയകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകഴിഞ്ഞ വസ്തുതകളൊക്കെ തന്നെ തിരിച്ചറിവോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സൂചിപ്പിച്ചതുപോലെ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നൊക്കെ ബുദ്ധി ഉറച്ച വിവേകമുള്ള ഞാനും നിങ്ങളും ആ രൂപത്തിൽ ചിന്തിക്കുന്നതോടൊപ്പം അഡോളസന്റ് സ്റ്റേജിലും കൗമാരപ്രായത്തിലും യുവാക്കളുമായിട്ടുള്ള നമ്മുടെ മക്കൾക്ക് അതിന്റെ ഭവിഷ്യത്ത് തിരിച്ചറിയാനും അത് പറഞ്ഞു കൊടുക്കാനും ആ രൂപത്തിൽ സ്നേഹം നൽകി, പരിഗണന നൽകി, ശ്രദ്ധ കൊടുത്ത് മക്കളെ വളർത്തിയെടുക്കുവാനുമുള്ള തന്റെ ഇടവും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് എന്റെ സഹോദരിമാരെ വീണ്ടും ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പരസ്യങ്ങളിലൂടെ കണ്ടമാനം ലോണുകൾ എടുക്കാൻ നമ്മുടെ മുമ്പിൽ ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭർത്താവിനെ, എന്റെ കുടുംബത്തെ, എന്റെ സഹോദരനെ ഞാൻ കടക്കാരനാക്കിക്കൊണ്ട് കടന്നു പോവാൻ അവളുടെ അവസരം കൊടുത്തുകൊണ്ട് ധൂർത്തിന്റെയും ദുർവ്യത്തിന്റെയും ആളായി, അല്ലെങ്കിൽ ആഡംബരത്തിന്റെയും ആർഭാടത്തിന്റെയും വ്യക്തിയായിട്ട് അതിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വേണോ എനിക്ക്? അതല്ല, സംതൃപ്തിയോടെ സന്തോഷത്തോടെ എന്റെ കുടുംബത്തിന് 5 പൈസ കടമില്ല, ഒരൊറ്റ ബാങ്കിലും എനിക്ക് കടം വീട്ടാനില്ല, ഞങ്ങൾ സംതൃപ്തമായ ജീവിതം നയിക്കുന്നു എന്നതിൽ ആശ്വാസത്തോടു കൂടി സ്നേഹം പകർന്നുകൊണ്ട് പരസ്പരം സ്നേഹവും കാരുണ്യവും പങ്കുവെച്ചുകൊണ്ട് ഇണകൾക്ക് ജീവിക്കാൻ, ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ, സന്തോഷത്തോടെ മക്കളോട് കാര്യങ്ങൾ ഉണർത്താൻ, അവർക്ക് പഠനം നൽകാൻ, അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ്, ആ രൂപത്തിലുള്ള ഒരു ജീവിത രീതി വാർത്തെടുക്കുകയാണോ നമ്മൾ വേണ്ടത്? ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട്
ഇത്തരത്തിലുള്ള എല്ലാം നേടിയെടുക്കാൻ എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങൾക്ക് വേണമെന്ന മനസ്സ് മനുഷ്യ മനസ്സിൽ ഇട്ടുകൊടുക്കുമ്പോൾ മനുഷ്യരിന്ന് നമ്മുടെ കേരളക്കരയിൽ എത്രമാത്രമാണ് കുടുംബ ഛിദ്രതയിലൂടെ, കുടുംബ പ്രശ്നങ്ങളിലൂടെ ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കടക്കണിയിൽ മുങ്ങി കടം വീട്ടാൻ വകുപ്പില്ലാതെ, വിഷമത്തോടെ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ അവസരമില്ലാതെ, ഇറങ്ങാൻ സാധ്യമാവാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്നത് എന്ന ചിന്ത ഈ അവസരത്തിൽ എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. സഹോദരിമാരെ, നാം ചിന്തിക്കണം. മാധ്യമരംഗത്ത് ഒട്ടേറെ മാതൃകാ വനിതകളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രസ്ഥാനം മഹത്തായ പ്രസ്ഥാനം. മീഡിയകളിൽ, വിഷ്വൽ മീഡിയകളിലും പത്രത്താളുകളിലും മഹത്തായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആരും തന്നെ ആദരിച്ചിട്ടുണ്ടാവില്ല അവരെ. ഒരാളും ഇത്തരത്തിൽ മീഡിയകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വനിതകളെ ആദരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ വിളിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടി കോഴിക്കോട് സംഘടിപ്പിച്ച സമയത്ത് സഹോദരിമാർ ഓരോരുത്തരും അവരുടെ ജോലി രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നിരത്തിയപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു, മാധ്യമം പത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റജീന മാത്രമാണ് തന്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഇതുവരെ എന്റെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാൻ 4 വർഷമായി 6 വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് വിഷമമുണ്ടാക്കുന്ന, എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റ് മാധ്യമ പ്രവർത്തകർ മുഴുവനും, മറ്റ് പത്രങ്ങളിലും മറ്റ് വിഷ്വൽ മീഡിയകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ ഒന്നടങ്കം കയ്യടിച്ച സംഭവം എന്റെ സഹോദരിമാരെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കയ്യടിയുടെ പ്രസക്തി നാം അറിയേണ്ടതുണ്ട്. ആ മനസ്സാണ് ഈ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ വളർത്തിയെടുക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് ചൂഷണം ചെയ്യാനുള്ള ഒരു സാധനമല്ല. അവൾക്കൊട്ടേറെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധ്യമരംഗത്തും ഏത് മേഖലയിലും അവരെ വളർത്തിയെടുക്കാൻ സമൂഹം മുന്നോട്ട് വരണം. എങ്കിൽ ഈ സമൂഹത്തിന് രക്ഷയുണ്ടാവും. അവരുടെ മടിത്തട്ടിലാണ് വരും തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ബോധവൽക്കരണം നൽകി, അവരെ വളർത്തിയെടുത്ത്, അവർക്ക് എല്ലാ തലത്തിലുള്ള വിജ്ഞാനവും നൽകി, അവർക്ക് ബോധമുണ്ടാക്കി കൊടുത്ത് മനുഷ്യ സമൂഹത്തെ വളർത്താൻ അവരെ അതിനുള്ള നേതൃത്വം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള ചങ്കൂറ്റം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ, ആർജവത്തോടെ രംഗത്തിറങ്ങാനുള്ള അവസരം സ്ത്രീകൾക്കുണ്ടാക്കി കൊടുത്താൽ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാവും എന്നതാണ് സാമൂഹ്യ വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന പ്രമേയം മുമ്പിൽ വെച്ചുകൊണ്ട് കേരളീയ സമൂഹത്തോട് മഹത്തായ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപന സമ്മേളനം നടന്ന് വിശ്രമമില്ലാതെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ കേരള വനിതാ സമ്മേളനം എന്ന് ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ സമ്മേളനമല്ല നടക്കാനിരിക്കുന്നത്. കേരളത്തിലെ വനിതകൾക്ക് അറിയാത്തതൊന്നും ഈ സമ്മേളനം കഴിയുന്നതോടെയും സമ്മേളനാനന്തരം നടക്കുന്ന പരിപാടികളിലൂടെയും ഉണ്ടാവരുത് എന്ന മനസ്സോടുകൂടി, എന്ന ഉദ്ദേശത്തോടുകൂടി എല്ലാ വിഷയങ്ങളും സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് അവരെ ആ അർത്ഥത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് എല്ലാ മതവിഭാഗത്തിലും പെട്ട സഹോദരിമാർക്ക് ആ തരത്തിലുള്ള ഉണർവ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവാനാണ് ഈ പ്രസ്ഥാനം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് വെച്ച് നടന്ന സെമിനാർ വനിതാ സംവരണം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ വളരെ കാര്യപ്രസക്തമായ രൂപത്തിൽ വിഷയം അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ CK ജാനുവും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെയും അതുപോലെ CPM-ന്റെയും ഒക്കെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും പ്രതിനിധികളൊക്കെ വളരെ ആർജവത്തോടെ സംസാരിച്ചപ്പോൾ കേരളീയ വനിതകളായ എനിക്കും നിങ്ങൾക്കും സന്തോഷം തോന്നുകയല്ലേ സഹോദരിമാരെ? ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ സ്ത്രീകളെ വളർത്തിയെടുത്താൽ, അവർക്ക് അവസരം കൊടുത്താൽ അവർ വളരും എന്നതിന് തെളിവാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് നടന്ന സ്ത്രീ ശാക്തീകരണം പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിലും ഒട്ടേറെ വിഷയങ്ങൾ സ്ത്രീകൾ മാത്രമായി വളരെ ഗഹനമായി ചർച്ച ചെയ്തപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അല്ലാഹ് ദൈവത്തിന്റെ വിധിയുണ്ടെങ്കിൽ, ദൈവം അനുഗ്രഹിച്ചാൽ കുറ്റിപ്പുറത്ത് വെച്ച് നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പ്രമുഖരായ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ മഹിളകൾ
പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി, കേരളീയ ജനതയുടെ, കേരളീയ വനിതകളുടെ ഉദ്ധാരണത്തിനു വേണ്ടി ഏവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും അവിടെ എത്തി അതിനുവേണ്ടി പങ്കാളികളായിക്കൊണ്ട് അതിൽ ഈ സാമൂഹ്യ വിപ്ലവത്തിന് എന്റെയും ഒരു പങ്ക് ഉണ്ടാവും എന്ന മനസ്സോടുകൂടി ഇതിൽ നിന്നും പിരിഞ്ഞു പോവണം എന്നാണ് അവസാനമായി എന്റെ സഹോദരിമാരോട് ഉണർത്താനുള്ളത്. നമ്മുടെ ഈ സെമിനാർ സമാപിച്ചുകൊണ്ട്, ഈ സെമിനാറിന് സമാപനം കുറിച്ചുകൊണ്ട് ഏതാനും സംഗതികൾ മാത്രം ഉണർത്തി ഞാൻ എന്റെ വാക്കുകളിൽ നിന്നും വിടവാങ്ങുകയാണ്. നാം ഓർക്കണം, മൊത്തം നന്മകളെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ മാധ്യമങ്ങളും ശ്രമിക്കണം എന്നതാണ് ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളോട് നമുക്ക് പറയാനുള്ളത്. മീഡിയകളിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം നൽകുന്നത് മതത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ വേഷം നോക്കിയിട്ടോ സൗന്ദര്യം പരിഗണിച്ചിട്ടോ അല്ല, സ്ത്രീകളുടെ കഴിവ് പരിഗണിച്ചുകൊണ്ട് ആദിവാസി സ്ത്രീകൾക്കും ഏത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ഏത് കറുത്തവൾക്കും എന്ന് പറഞ്ഞാൽ നാം കാണുന്നത് അങ്ങനെയാണ്, മീഡിയകൾ കാണുന്നത് അങ്ങനെയാണ്. അവർക്കതിൽ പരിഗണനയില്ല, അവർക്കവിടെ സ്ഥാനമില്ല. ഈ രൂപത്തിൽ ഏവർക്കും ഇതിൽ കഴിവ് നോക്കിക്കൊണ്ട് വാർത്ത വായിക്കാനും പരിപാടികൾ അവതരിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ മീഡിയകൾ വെച്ചുകൊടുക്കണം, അവർക്ക് നൽകണം എന്നതാണ് രണ്ടാമതായി നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഏതർത്ഥത്തിലും നന്മ വളർത്താനുള്ള വഴികൾ അത് കാണിച്ചു കൊടുക്കുവാൻ മീഡിയകൾ തയ്യാറാവണം. അതുപോലെ മതങ്ങളെ പഴിചാരിക്കൊണ്ട് മതങ്ങളെ വികൃതമായി കാണിക്കാനല്ല, ഏത് മതമാണെങ്കിലും ആ മതത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നോക്കിക്കൊണ്ട് പറയാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് അതിനെ വികലമാക്കാൻ, ഏത് മതത്തെയും അവഹേളിക്കാനുള്ള പണികളാണ് മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർത്തും അപമാനകരമാണ്, സങ്കടകരമാണ് എന്ന് ഉണർത്താൻ എന്റെയും നിങ്ങളുടെയും മനസ്സ് വെമ്പൽ കൊള്ളേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സ്ത്രീകളെ അവഹേളിക്കുന്ന രംഗങ്ങൾ എടുത്തുമാറ്റിക്കൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ ഇവരോട് ആവശ്യപ്പെടാനും മാധ്യമരംഗത്തേക്ക് കടന്നു വരാനും ആ അർത്ഥത്തിൽ പഠിക്കുവാനും എന്നോടെന്ന പോലെ എന്റെ ഓരോ സഹോദരിമാരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ എന്റെ പ്രസംഗത്തിൽ നിന്നും എന്റെ സംസാരത്തിൽ നിന്നും ഞാൻ വിടവാങ്ങുകയാണ്. നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവത്തിന്റെ വാക്കുകൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഏത് വിശ്വാസിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് ഇന്നുണ്ട്. നാം ഓർക്കണം, ആനി ബസന്റ് പറഞ്ഞത് അവസാനമായി കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നും വിടവാങ്ങാം. ആനി ബസൻ 1930 നമ്മളോട് പറഞ്ഞു, മനുഷ്യരെ ഉത്ബോധിപ്പിച്ചു. മതങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അപവാദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ നിന്നും നിങ്ങൾ വിടവാങ്ങുക എന്ന് പറയുന്നതിന് ഒരു തെളിവ് മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്. It is only in the last 20 years that Christian England has recognized the right of women to property, while Islam has allowed this right from all times. It is a slander to say that Islam preaches that woman എന്ന്. It is all േണ്ടതുണ്ട്. യൂറോപ്പിലടക്കം ക്രിസ്തീയ സഹോദരിമാർക്ക് അനന്തര സ്വത്ത് വകവച്ചു കൊടുത്തിട്ടുള്ളത് ഈ 20 വർഷത്തിന് മുമ്പ് മാത്രമാണ് എന്ന്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് വകവച്ചു കൊടുത്തിരിക്കുന്നു എന്ന് ആനി ബസൻ മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ അവർ സൂചിപ്പിക്കുകയാണ്, ഇസ്ലാം സ്ത്രീയെ ആത്മാവില്ലാത്ത ഒരു വസ്തുവായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും അപവാദം മാത്രമാണ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് അതിൽ പാഠമില്ലേ? ചിന്തിച്ചു നോക്കൂ. മതങ്ങളുടെ മൂല്യങ്ങൾ, മതതത്വങ്ങൾ, മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന തത്വങ്ങളെ അവഹേളിക്കുന്നത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ നിർത്തേണ്ടതുണ്ട് എന്നതാണ് അവസാനമായി ഈ ഉദാഹരണം വെച്ചുകൊണ്ട് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. റബ്ബുൽ ആലമീനായ നാഥൻ, സൃഷ്ടാവായ, ഏവരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരിപാലകനായ, കാരുണ്യവനായ പടച്ചവൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മനസ്സോടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി പൊരുതാൻ, രംഗത്തിറങ്ങാൻ, വൈജ്ഞാനിക മേഖലയിലും എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ഇറങ്ങിത്തിരിച്ചുകൊണ്ട് സംഭാവനകൾ അർപ്പിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.